കോൺഗ്രസ് എന്നും ഇങ്ങനെയാണ്. പറയാതിരിക്കാൻ വയ്യ, പറയാതെ വയ്യ. നമ്മുടെ ഷാനി പ്രഭാകരൻ്റെ പറയാതെ വയ്യ, ചൊറിയാതെ വയ്യ. എന്താ കോൺഗ്രസ് ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾക്ക് 10 വർഷമാണ് പ്രതിപക്ഷത്തിരുന്നത്, ഒരു 5 വർഷമല്ല, 10 വർഷം പ്രതിപക്ഷത്തിരുന്നു. നിങ്ങൾക്ക് 100 വട്ടം ഓരോരുത്തർ സ്ഥാനാർത്ഥികളെ മാറ്റിയും തിരിച്ചും എടുക്കാനുള്ള അവസരം കിട്ടിയതാണ്. പക്ഷേ 24 മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വിടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 72 മണിക്കൂറിലേക്ക് കടക്കുന്നു. ഇന്ന് പകലാകുമ്പോൾ 72 മണിക്കൂറാവും, 3 ദിവസം കഴിയും. എന്തുകൊണ്ട് വി ഡി സതീശൻ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു വിഷയം ഇങ്ങനെ തീരുന്നില്ല? അങ്ങയുടെ പിടിവാശിയാണോ, അതോ ബാക്കി ഗ്രൂപ്പ് മാനേജർമാരുടെ പിടിവാശിയാണോ? കോൺഗ്രസ് എന്താണ് എന്നും ഇങ്ങനെ? CPM-നകത്ത് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ ഇവിടെ ഓരോ അച്ഛന്മാരും പള്ളിയിലച്ഛന്മാരും ഒരു ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഒരു പിന്നെ പെന്തക്കോസ്ത് സഭയും ഒരു സുറിയാനി സഭയും ആ ഒരു സഭയും കത്ത് കൊടുക്കില്ല. കത്ത് കൊടുത്താൽ മൈൻഡ് ചെയ്യത്തുമില്ല. BJPക്ക് കത്ത് കൊടുക്കുന്നില്ലല്ലോ. കോൺഗ്രസിനെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. ദളിതന്മാരായാലും ആദിവാസികളായാലും സണ്ണി കവിക്കാടായാലും സച്ചിദാനന്ദൻ സ്വാമി ആയാലും ഈ ശിവഗിരി സ്വാമി ആയാലും NSS ഇപ്പോൾ എന്തോ മിണ്ടുന്നില്ല. പണ്ട് NSS ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ ആര് സ്ഥാനാർത്ഥി ആവണം എന്നവർ കത്ത് കൊടുക്കും. ഇപ്പം കത്ത് കൊടുക്കുന്ന തമാശ എന്താണെന്നറിയാമോ? നേരത്തെ ഞങ്ങളുടെ സമുദായത്തിലുള്ള ആളിന് മതി എന്നായിരുന്നു കത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. സമുദായത്തിലുള്ള ആളിന് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ അതിരൂപതയിലുള്ള ആളിന് വേണമെന്ന് കത്തായി. ഇപ്പോൾ എറണാകുളത്തൊക്കെ അങ്ങനെയാണ് കത്ത് കൊടുക്കുന്നത് അച്ഛന്മാർ. എന്നിട്ട് പറയുന്നത് ഞങ്ങളെ രൂപതയ്ക്കകത്തുള്ള എന്ന് പറഞ്ഞാൽ ഒരു 1-2 പഞ്ചായത്തിനകത്തുള്ള ആൾ തന്നെ വേണം. ജാതി ഞങ്ങളത് വേണം, കത്തോലിക്കനോ അല്ലെങ്കിൽ ഓർത്തഡോക്സോ അല്ലെങ്കിൽ സുറിയാനിയോ അല്ലാതെ ഞങ്ങളെ ജാതി വേണം. ഓക്കെ, പക്ഷെ ജില്ലയിലോ എവിടെയെങ്കിലും ആളായാൽ പോരാ, ഞങ്ങളെ പഞ്ചായത്തിലുള്ള ആൾ വേണം. ഇനിയിപ്പോൾ പഞ്ചായത്തിലുള്ളവർ കൊടുത്താൽ പറയും ഞങ്ങളെ വാർഡിലുള്ളവർ വേണമെന്ന് പറയും, അല്ലെ അവസാനം പറയും ഞങ്ങൾ പറയുന്ന ആൾ വേണമെന്ന് പറയും. ഇതെന്ത് സംവിധാനമാണ്? കെ സുധാകരൻ, ഒന്നുകിൽ സുധാകരൻ താങ്കൾ മര്യാദയ്ക്കിരിക്കണം. താങ്കൾ ഒരു MP ആണ്, നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്, KPC പ്രസിഡന്റാണ്, താങ്കൾ വലിയ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. താങ്കളുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാവും. താങ്കൾക്ക് UDF വരികയാണെങ്കിൽ മന്ത്രിയാവുക, അതങ്ങ് പറഞ്ഞാൽ മതി. എനിക്കൊന്ന് മന്ത്രിയാവണം, MLA അല്ല, എനിക്ക് മന്ത്രിയാവണം, അത് താങ്കളങ്ങ് പറഞ്ഞാൽ മതി. ഒരു ഒത്തുതീർപ്പാവുന്നില്ല. 55 സീറ്റ് ഒഴിച്ചിട്ട് ഇനിയും 10-37 സീറ്റ് കോൺഗ്രസ്സിന് തീരുമാനമാകാനുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ലയിലും പല സീറ്റുകളും തീരുമാനമാകാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൽദോസ് കൊല്ലപ്പള്ളി, പാവപ്പെട്ടവനെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് ലേലം വിളിക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങുകയാണ്. അവിടുത്തെ മുഴുവൻ വീടുകളും പുള്ളി കയറി ഇറങ്ങി, വെളുപ്പാങ്കാലം മുതൽ പാതിരാത്രി വരെ. പുള്ളിയോട് പറഞ്ഞാൽ പോരായിരുന്നു, ഇവിടെ നിൻ്റെ കേസിലൊരു തീരുമാനമാവാതെ നിനക്ക് സീറ്റും പുണ്ണാക്കൊന്നും കിട്ടൂല, നീ മര്യാദയ്ക്കിരി എന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും പരീക്ഷിക്കേണ്ടായിരുന്നോ? ഇതിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് വരെ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പെരുമ്പാവൂർ സാജു പോളിനെ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിച്ച ആളാണ്. 2 പ്രാവശ്യമായിട്ട് അവിടെ MLA ആണ്. വളരെ മിടുക്കനാണ്. ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് എൽദോസ് കൊല്ലപ്പള്ളി. എൽദോസിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. വളരെ നല്ല മനുഷ്യനാണ്. അഴിമതിയുള്ള ആളല്ല. ആകപ്പാടെ ഒരു സ്ത്രീ വിഷയത്തിൽ ചെന്ന് പെട്ടു. അതും പുള്ളി പുള്ളി നിരപരാധിയാണെന്നാണ്. എന്തായാലും അതിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ കേസിരിക്കുന്നത് കൊണ്ട് തരാൻ പറ്റൂല, സീറ്റ് കിട്ടൂല, അത് നേരത്തെ പറയണ്ടേ? ഇത് പുള്ളിയെ കൊണ്ട് വെളുപ്പാങ്കാലം വരെ വെള്ളവും കോരിച്ച് വിറകും വെട്ടിച്ചതിന് ശേഷം 11th അവറിൽ പറയുന്ന പുള്ളിക്ക് സ്ഥാനാർത്ഥിത്വമില്ല. ആകെ കൺഫ്യൂഷനാണ്. വാമനപുരം മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥി? VS ശിവകുമാർ തിരുവനന്തപുരത്ത് CMPക്ക് സീറ്റ് കൊണ്ടുവന്ന് CP ജോണിന് തിരുവനന്തപുരം മണ്ഡലം കൊടുത്തപ്പോൾ VS ശിവകുമാർ സീറ്റില്ല. അദ്ദേഹത്തിന് അരുവിക്കര വേണമെന്ന് പറയുന്നു, പാറശാല കൊടുക്കാമെന്ന് പറയുന്നു. എന്താണിത് സംഭവിക്കുന്നത്? മലയങ്കഴി വേണുഗോപാൽ സീറ്റില്ല, MR ബൈജൂന എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞ് പാലോട് രവി, രമണി പേനാർക്ക് സീറ്റില്ല. അവിടെ സുധീർ ഷാ പാലോടിന് സീറ്റില്ല. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, സീറ്റില്ല. പാലോട് രവിക്കാണ് സീറ്റെന്ന്. ഇങ്ങനെ അതുപോലെ ശരത്ചന്ദ്ര പ്രസാദ് എങ്ങനെയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് എത്തിയെന്ന് അറിയത്തില്ല. ഇനി ആരുടെയാണ് ശരത്ചന്ദ്ര പ്രസാദ് ആരുടെ നോമിനിയാണെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ വർക്കലയിൽ SS ലാലാണോ ആരാണ്? അതുപോലെ BRM ഷരീഫ് വലിയ തോതിൽ പിന്നെ കോൺഗ്രസിന് വേണ്ടി കിടന്നു ഇങ്ങനെ ചാനലുകളിൽ നെഞ്ചിലടിച്ച് അലമുറയിട്ട് കരയുന്ന ആളാണ് ഈ BRM ഷരീഫ്. അദ്ദേഹം നെടുമങ്ങാട് മത്സരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ CPI എന്ന് പറഞ്ഞ മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന CPI എന്ന് വന്ന ആളിനാണ് CPI മന്ത്രി GRNനെതിരെ മത്സരിക്കാൻ CPIക്കാരെ തന്നെ ഇട്ട്. മീനാങ്കൽ കുമാറിന് കുറച്ച് സ്വാധീനമുള്ള ആളാണ്, നെടുമങ്ങാട് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വന്ന് കോൺഗ്രസിനകത്ത് സീറ്റ് നിർണയം ഇന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് നമ്മുടെ 2020യും BJP ഒക്കെ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകുന്നു. BJPക്കകത്ത് പിന്നെ 3 പ്രധാനപ്പെട്ട ആളുകൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. സീനിയറായിട്ടുള്ള MD രമേശ് മത്സരിക്കുന്നില്ല. കുമ്മനം രാജശേഖരൻ എവിടെയാണ് സീറ്റ് എന്നറിയില്ല. ആറന്മുള ഒരു സീറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. തിരുവനന്തപുരം സെൻട്രലാണോ എവിടെയാണ് കുമ്മനം എന്നറിയില്ല. അതിനിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും കുമ്മനത്തിൻ്റെ സീറ്റ് വരുന്നത്.
ഉണ്ടെങ്കിൽ ഇനി എം ടി രമേശ് ഉണ്ട്, അതുപോലെ ശ്രീധരൻ പിള്ളയും ഇതിനകത്തൊരു സീനിയർ കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോൾ സീറ്റ് കിട്ടാനുള്ള ബാക്കി ഒരുവിധപ്പെട്ട സീനിയേഴ്സിനെല്ലാം BJP സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ BJP അങ്ങനെ നിൽക്കുന്നു. ഇനി സണ്ണി എം കവിക്കാട് എന്ന് പറയുന്ന ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം കുറച്ചൊരു കോൺഗ്രസ് അനുകൂല നിലപാടൊക്കെ എടുത്തു. അങ്ങനെ വൈക്കത്ത് സ്ഥാനാർത്ഥിയാക്കാന്നൊക്കെ പറഞ്ഞു. വൈക്കത്ത് പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ വേറൊരാളിനെ സ്ഥാനാർത്ഥിയാക്കി. ദളിത് മൂവ്മെൻറ്റുകാരെല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ സണ്ണി എം കവിക്കാടിൻ്റെ കാർഡ് വിട്ട് കയറി അടിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെയും ഉത്തരം പറയാൻ നടക്കണം വി ഡി സതീശൻ. ചുരുക്കത്തിൽ പാവപ്പെട്ട വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങി പുറപ്പെട്ട് സകല സ്ഥലത്തു നിന്നുമാണ് പുള്ളിക്ക് തീയിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തു നിന്ന് തീയിടുന്നു. അപ്പോഴും പുള്ളി ഇങ്ങനെ മുടിചൂടായ മന്നനായി നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെ വെല്ലുവിളിച്ച് സുധാകരനെയും വെല്ലുവിളിച്ച് അടൂർ പ്രകാശിനെയും വെല്ലുവിളിച്ച് സകലവരെയും വെല്ലുവിളിച്ച് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വി ഡി സതീശൻ രക്ഷപ്പെടുമോ, മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ദിവസം കഴിയുന്തോറും LDF മോശമല്ലാത്ത രീതിയിൽ സർവേകളിൽ കയറി വരുന്നുണ്ട്. ഇത് കോൺഗ്രസ് കാണുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. തുടക്കത്തിൽ 100 സീറ്റെന്നും 90 സീറ്റെന്നും ഒക്കെ UDF പറഞ്ഞെങ്കിൽ അത് കുറഞ്ഞ് 70, 80 എന്ന് പറഞ്ഞ് താഴോട്ട് വന്ന് ഏതെങ്കിലുമൊക്കെ സർവേകളിൽ പല സർവേകളിലും 71, 72 സീറ്റിന് LDF എന്ന കഥയും വരുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം ഈ സംസ്ഥാനത്തുണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മനസ്സിലാക്കണം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം, നിങ്ങളെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സുധാകരൻ ഇന്ന് ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് പറയുന്നു. സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ച് അവിടെ BJPയുടെ സപ്പോർട്ട് കൂടെ വാങ്ങുമോ അതോ ഇനി BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. അപ്പോൾ എന്തായാലും സുധാകരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒന്നുകൊണ്ട് പോട്ടെന്ന് വിചാരിച്ച് 1-2 MP മത്സരിക്കാൻ അവസരം കൊടുക്കുക. പക്ഷേ അവിടെ പ്രശ്നം തീരില്ല. ആ MP മത്സരിച്ച് ജയിച്ചാൽ UDF വന്നാൽ അവർ മന്ത്രിമാരാകാനും പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടാനും അവർ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് തന്നെ കിട്ടാനും അവർ വില പേശി കൂടായികയില്ല. ഈ അപകടമാണ് സതീശൻ മണത്തറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന UDFന് സീറ്റ് കിട്ടൽ മാത്രമല്ല, മുഖ്യമന്ത്രിയായാൽ സ്മൂത്തായി 5 വർഷം കൊണ്ടുപോകുകയും വേണം. തന്നേക്കാൾ സീനിയറായിട്ടുള്ള ഒരു സംഘം ആളുകൾ മുരളീധരനും K മുരളീധരനും അതുപോലെ തന്നെ തിരുവഞ്ചൂരും പിന്നെ രമേശ് ചെന്നിത്തലയും സുധാകരനും K സുധാകരനും അടൂർ പ്രകാശും അങ്ങനെ എല്ലാ സീനിയറായിട്ടുള്ള ആളുകളുടെ നടുവിൽ ഒരു ജൂനിയർ മുഖ്യമന്ത്രി ഇരുന്നാൽ എങ്ങനെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഭയവും സതീശനെ നേരിടുന്നുണ്ട്. എന്തായാലും സതീശൻ ജയിക്കുമോ സുധാകരൻ ജയിക്കുമോ, ആത്യന്തികമായി UDF കോൺഗ്രസ് ജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 10 വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടും നിങ്ങളതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തിയില്ല എന്നത് വളരെ പരിതാപകരമാണ് മാഷേ.